അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. 2022 ആഗസ്റ്റിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ആ സമയത്ത് ഞങ്ങൾ കടബാധിതയിലായിരുന്നു. 3 മക്കളും പഠിക്കുന്ന പ്രായം. ഒരാൾ ഡിഗ്രി കഴിഞ്ഞു, ഒരാൾ +2 കഴിഞ്ഞു, ഒരാൾ 10ാം ക്ലാസ് കഴിഞ്ഞു. അവർക്കൊക്കെ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ പഠിക്കാനും നല്ല രീതിയിൽ വിജയം വരിക്കുന്നതിനും വേണ്ടി ഞങ്ങളുടെ ഭാഗത്തുനിന്നൊരു സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷെ ആ ഒരു പൈസയൊന്നും ചിലവില്ലാത്ത സ്കൂളുകളിൽ പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് ഒരേ സ്ഥലത്ത് അഡ്മിഷന് ആപ്ലിക്കേഷൻ വെച്ചപ്പോൾ അവരാഗ്രഹിച്ച കോഴ്സുകൾ തന്നെ കിട്ടി. 2 മക്കൾ 2 വർഷം, ഒരാൾ +2, ഒരാൾ PG ഉന്നത വിജയം കരസ്ഥമാക്കി. 2ാമത്തെ മകൻ ഇപ്പോൾ ഡിഗ്രി ലാസ്റ്റ് സെമ്മ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു, എൻ്റെ മക്കൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ പഠിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള കൃപ കൊടുക്കണമേ എന്ന്. പിന്നെ ഞങ്ങളുടെ കടബാധ്യത മൂലം ഞങ്ങൾക്ക് സ്ഥലങ്ങളുണ്ടായിരുന്നു. കുറേ കാലമായിട്ട് വാങ്ങിയിട്ടിട്ടാണെങ്കിലും വിറ്റ് പോകാറുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അവിടെ പോയി ഇവിടുന്ന് ഉടമ്പടിയുടെ കാശ് രൂപവും ഉപ്പും കൊണ്ടുപോയിട്ട് പ്രാർത്ഥിച്ച് 3 സ്ഥലം ഞങ്ങളുടെ വിറ്റ് ഞങ്ങളുടെ കടബാധ്യത ഇളവ് ചെയ്തു തന്നു. എന്നിട്ടും ഞങ്ങൾക്ക് കടങ്ങളുടെ ഒരാശ്വാസം ലഭിക്കാത്ത അവസ്ഥയിലാണ്. ഹസ്ബൻഡിന് വാട്ടർ ടാങ്കിൻ്റെ കമ്പനിയാണ്. ആ കമ്പനി ജപ്തിയുടെ വക്കിലെത്തിയിരുന്നു. അവിടെ ഞാൻ പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. പിന്നെ ഇവിടെ ഉടമ്പടി പുതുക്കിയ അന്ന് തന്നെ അത് വിൽപ്പന നടക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് ഹസ്ബൻഡ് പറയും. ഇന്ന് ഈ കൃപാസന മാതാവിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചതിൽ ആദ്യമേ തന്നെ നന്ദി പറയുകയാണ്. എൻ്റെ ഭാര്യയാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം ആ സാഹചര്യത്തിലൊന്നും തന്നെ കൃപാസനത്തിൽ വരുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ കൃപാസനത്തിൻ്റെ മുന്നിൽ കൂടെ ഇഷ്ടം പോലെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഞാനിവിടെ കയറാനോ ഇവിടെ കയറി പ്രാർത്ഥിക്കാനോ ഒന്നും ശ്രമിച്ചിരുന്നില്ല. എന്നാൽ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക കാര്യങ്ങളിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പോഴും ഭാര്യ മുറുകെ പിടിക്കുന്ന കൃപാസന മാതാവിനെ ഞാൻ കൂടെ മുറുകെ പിടിക്കണം എന്ന് എൻ്റെ മനസ്സ് പറയുകയും പിന്നീട് ഈ വഴി പോകുമ്പോഴൊക്കെ കൃപാസനത്തിൽ കയറുകയും ഭാര്യയെ കൃപാസനത്തിൽ പോകുന്നതിൽ നിന്ന് വിലക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്തിരുന്നില്ല. തുടർന്നങ്ങോട്ട് എല്ലാ ദിവസവും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാനും ഞാൻ തന്നെ മുൻകൈയെടുക്കുകയും ഞാൻ ഒറ്റയ്ക്ക് തന്നെ അത് ചൊല്ലുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോഴും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അവർ ഡെയിലി മോർണിംഗ് ബ്രെഡ് എന്ന് പറഞ്ഞ പ്രാർത്ഥന എല്ലാ ദിവസവും രാവിലെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പ്രാർത്ഥനയിൽ നമ്മുടെ നിയോഗങ്ങൾ വയ്ക്കാൻ പറയുമ്പോൾ രാവിലെ തന്നെ നമ്മളെ ചിരിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു വലിയ അനുഗ്രഹ പ്രാർത്ഥനയായി അവർ ഡെയിലി മോർണിംഗ് ബ്രെഡ് കൃപാസനത്തിൻ്റെ പ്രാർത്ഥന ഇപ്പോൾ എല്ലാവരും തന്നെ കേരളത്തിലും വിദേശത്തും എല്ലാവരും ഇരുന്ന് അത് പ്രാർത്ഥന കേട്ട് അനുഗ്രഹം വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ഉത്തമ ബോധ്യം ആ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാകും. ഈ രീതിയിൽ എൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കമ്പനി ഉണ്ടായിരുന്നതിൽ ആ കമ്പനി അതിലുള്ള ബാങ്ക് ലോൺ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ പല രീതിയിൽ ശ്രമിച്ചെങ്കിലും അത് ഏറ്റെടുക്കാനായിട്ട് ഒരാളെ കിട്ടാനായിട്ട് വളരെയധികം കഷ്ടപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ ബാങ്കിൽ അത് NP ആവുകയും എനിക്ക് വീണ്ടും വേറെ സ്ഥാപനങ്ങളുണ്ട്, ആ സ്ഥാപനങ്ങൾ പോലും നടത്തിയാൻ കഴിയാത്ത ഒരവസ്ഥ വരികയും ചെയ്തു. ഈ അവസ്ഥയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പാർട്ട്ണർമാർ ഒരു സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർഡായിട്ട് പോവുകയും അപ്പോൾ ആ സ്ഥാപനം കൂടി നടത്തപ്പെടേണ്ട ഉത്തരവാദിത്വം ഞങ്ങളുടെ 2 പേരുടെ തലയിലാവുകയും ചെയ്തപ്പോൾ നിലവിൽ
ബാധ്യതയുള്ള സ്ഥാപനം ഏതെങ്കിലും രീതിയിൽ ബാങ്കിൽ നിന്നത് ഏറ്റെടുക്കപ്പെട്ടാൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്ന് അങ്ങോട്ടുള്ള ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. ഭാര്യ ഉടമ്പടി എടുത്തിട്ട് കുറച്ച് നാളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ആളുകൾ വന്ന് കമ്പനി നോക്കുകയും കമ്പനിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പ്രാവശ്യം ഒരാളത് ഏറ്റെടുക്കാനായിട്ട് വാക്ക് പറയുക പോലും ചെയ്തിട്ടും നടക്കാതെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ ഇവരെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കി അവർ ബസ് കയറാൻ നിൽക്കുമ്പോൾ ഇന്ന് ഒരു പാർട്ടി കമ്പനിയിൽ വരുന്നുണ്ട്, അപ്പോൾ അതുകൂടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്ന് തന്നെ വന്ന പാർട്ടി അവർ നമ്മളോട് സംസാരിക്കാനായിട്ട് വിളിക്കുകയും ആ സ്ഥാപനം അവരത് ഏറ്റെടുക്കുകയും പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ അതിനുവേണ്ടി സംസാരിക്കാൻ പോയപ്പോൾ ഭാര്യ എന്നോട് ഈ കൃപാസന മാതാവിൻ്റെ കാശുരൂപവും അതുപോലെ തന്നെ കൊന്തയും കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നു. അത് കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ സംസാരിക്കാൻ ചെല്ലുമ്പോൾ ആ ഓഫീസിൻ്റെ മുന്നിലും മാതാവിൻ്റെ നിത്യസഹായ മാതാവിൻ്റെ ഫോട്ടോ വളരെ ഭക്തിപൂർവ്വം അലങ്കരിച്ച് വെച്ചിരിക്കുന്നതും അവിടെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആ ബിസിനസ് സംസാരിക്കാനായിട്ട് അവിടെ പോയത്. അത് നടക്കുകയും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ എല്ലാ ബാങ്കിൻ്റെ ബാധ്യതകൾ 1 കോടിയോളം രൂപ 1,10,00,000 രൂപയോളം ബാങ്കിൻ്റെ ബാധ്യത ഉണ്ടായിരുന്നതാണ്. ആ 1,10,00,000 രൂപയോളം ലോൺ അതവർ ഏറ്റെടുക്കുകയും കമ്പനി അവർക്ക് കൈമാറാനും ഞങ്ങൾക്ക് സാധിച്ചു. അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടിയതും ഞങ്ങളുടെ സ്ഥാപനത്തിന് കിട്ടിയ വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങളിത് സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെയാണ് എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു, കുറച്ചൊക്കെ പലപ്പോഴായിട്ട് വാങ്ങിയതായിരുന്നു. ഈ കൊറോണയ്ക്ക് ശേഷമുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ എനിക്ക് പേഴ്സണലായിട്ടും കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു. അപ്പോൾ എൻ്റെ മുന്നിലുള്ളത് എൻ്റെ കയ്യിലുള്ള കുറേ സ്ഥലങ്ങളുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ സ്ഥലങ്ങൾ വാങ്ങിയതുണ്ടായിരുന്നു. അപ്പോൾ അത് ഏതെങ്കിലുമൊക്കെ വിറ്റാൽ എനിക്ക് എൻ്റെ കടങ്ങൾ കുറച്ച് കുറയ്ക്കാം. അതിനുവേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ കമ്പനിയുടെയും ഈ സ്ഥലത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും കൂടി നമ്മുടെ എൻ്റെ മനസ്സിൽ ഇതൊരു വലിയ ഭാരമായി ഞാൻ കുടുംബത്തിൽ പറയാതെ തന്നെ ആത്മഹത്യയ്ക്ക് വരെ ശ്രമിച്ചിരുന്നു. ഞങ്ങൾ 3 തവണ പോയി ഓരോ സ്ഥലങ്ങളിലും ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ വിചാരിക്കാത്ത സ്ഥലം പോലും 3 സ്ഥലങ്ങൾ വിറ്റുപോയി. അതോടുകൂടി എൻ്റെ ഒരുവിധം സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം തീർന്നു. ഞാൻ കൃപാസന മാതാവിനോടും ഉണ്ണീശയോടും അതുപോലെ തന്നെ ദിവികാരുണ്യ ഈശോയോടും നന്ദി പറയുന്നു. ഇതാണ് ഞങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകൻ, അവനെ ഇപ്പോൾ ഭാര്യ പറഞ്ഞതുപോലെ മകൻ ഓസ്ട്രേലിയയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവന് ഈ ബുദ്ധിമുട്ടിനിടയിലാണ് അവന് ഓസ്ട്രേലിയയിൽ പോകാനായിട്ട് പേപ്പർ വർക്ക് നടത്തിയത്. പലപ്പോഴും ബാങ്കിനെ ആശ്രയിച്ചപ്പോൾ അത് കിട്ടാത്തൊരവസ്ഥ വന്നു. പക്ഷേ ഇതുപോലെ തന്നെ കൃപാസനത്തിൽ ഭാര്യ വന്ന് പ്രാർത്ഥിച്ചൊരു ദിവസം ഒരു മാനേജറെ പരിചയപ്പെടുകയും ആ ബാങ്ക് 15 ദിവസം കൊണ്ട് എല്ലാ പേപ്പർ വർക്കുകളും നടത്തി ലോൺ പാസ്സാവുകയും ക്ലാസ് തുടങ്ങുന്ന അന്ന് 15 ദിവസത്തിനുള്ളിൽ തന്നെ അവന് മറ്റു കാര്യങ്ങളെല്ലാം റെഡിയായി ക്ലാസ് തുടങ്ങുന്ന ദിവസം ഓസ്ട്രേലിയയിൽ എത്തിച്ചേരാനും പറ്റി. ആ ഇൻടേക്കിൽ തന്നെ പോയി ക്ലാസ് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. അവൻ അത് പാസ്സായി ഇപ്പോൾ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും അതുപോലെ തന്നെ ഞാൻ അടുത്തിടപഴകുന്ന മറ്റ് സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ കൃപാസന മാതാവിനെ കുറിച്ച് പറയാനായിട്ട് എനിക്കിപ്പോൾ കഴിയുന്നുണ്ട്. ഭാര്യ കൊണ്ടുവരുന്ന കൃപാസന പത്രം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ തന്നെ ശ്രമിക്കാറ്. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഇവിടേക്ക് വന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറയാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ട്. എൻ്റെ സ്ഥാപനത്തിലെ എൻ്റെ പാർട്ട്ണറും കുടുംബവും ഇവിടെ നിത്യം വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അവരും ഈ അനുഗ്രഹത്തിൻ്റെയൊക്കെ അനുഗ്രഹം കിട്ടിയത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ കൃപാസന മാതാവിൻ്റെ പക്കൽ വരുന്ന എല്ലാവർക്കും ഞാൻ ഈ കൃപാസനം പള്ളിയിൽ വരുമ്പോൾ ഏറ്റവും ബാക്കിലിരുന്ന് ഇവിടെ സാക്ഷ്യം പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല.
നമുക്ക് ഇത്തരം അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെ കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഞാൻ ആദ്യം വരുമ്പോൾ എനിക്കുണ്ടായിരുന്നില്ല. ദിവസേനയുള്ള കൊന്തചെല്ലലും അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ ദിവസവും എനിക്ക് കറക്റ്റ് ടൈമിനുള്ള ഈ ഡെയിലി മോർണിംഗ് ബ്രെഡിലൂടെ ജോസഫ് അച്ഛനച്ഛൻ്റെ വചനങ്ങളും, അത് അച്ഛൻ ചിരിച്ചുകൊണ്ട് നമ്മളെ ഇന്നത്തെ നിയോഗം സമർപ്പിക്കാൻ പറയുമ്പോൾ രാവിലെ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ദൈവം നമ്മോട് കൂടെയുണ്ട്, അല്ലെങ്കിൽ മാതാവ് നമ്മോട് കൂടെയുണ്ടെന്നുള്ളൊരു ഉത്തമ വിശ്വാസത്തോടു കൂടി എന്ത് കാര്യത്തിനും ഇറങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന എന്നും നമുക്ക് ഒരു ഊർജ്ജമായിട്ട് നിലനിൽക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ പ്രാർത്ഥന ഞാൻ കേട്ടത് മുതൽ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന കേട്ടതിന് ശേഷം ഞാൻ പുറത്തിറങ്ങുന്ന ഒരുവിധം, അതായത് 100% എന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും 99% കാര്യങ്ങളും എനിക്ക് പോസിറ്റീവായി തന്നെ നടക്കുകയാണ്. ഇപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബാങ്കിങ്ങിന് വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് നാൾ അതിന് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ഇന്നിപ്പോൾ ഞാൻ ഈ കൃപാസന വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് അതും മാതാവ് നടത്തി തന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ ഉത്തമ ബോധ്യത്തോടുകൂടി വിശ്വസിക്കുകയാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നേടിത്തന്ന മാതാവിന് 1000 നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ സുഹൃത്തുക്കളൊക്കെ, എനിക്ക് വലിയൊരു സുഹൃത്ത് വലയവും അതുപോലെ തന്നെ ബിസിനസ്സിലും കുറേ സുഹൃത്തുക്കളൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ആരിൽ നിന്നും ഒരു സാമ്പത്തിക കാര്യങ്ങൾ ചോദിക്കാനോ അതിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നടത്താനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കുണ്ടായില്ല. ആർക്കും അങ്ങനെ എന്നെ സഹായിക്കാനും സാധിക്കാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ എല്ലാവരും കൈവിടുമ്പോഴാണ് നമ്മൾ ദൈവത്തിങ്കിലേക്ക് അടുക്കുന്നത് എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യം വന്നു. കാരണം ഈ കൃപാസനത്തിൽ മാതാവിനെ മുൻനിർത്തി മാതാവിനെ കൂടെ ചേർത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ദിവികാരുണ്യ ഈശോയിലേക്ക് നമ്മളെ അടുപ്പിക്കുകയാണ് എന്നുള്ള ഉത്തമ ബോധ്യം നമുക്ക് നേടിക്കിട്ടി. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി ഈ സാമ്പത്തികമായിട്ട് ആരും സഹായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും, പക്ഷേ പ്രാർത്ഥന കൊണ്ട് ഈ കൃപാസനത്തിൽ തന്നെ വന്ന് എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ എൻ്റെ വീട്ടുകാരും പലരും ഇവിടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥനകൾക്ക് കൂടിയാണ് ഫലം കണ്ടത്. അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിച്ച എല്ലാവർക്കും എന്നും അനുഗ്രഹം നൽകുന്ന കൃപാസന മാതാവിന് ഉറച്ച് വിശ്വസിക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തന്നെ നല്ല ബോധ്യം വന്നതുകൊണ്ടാണ് ഞാനും ഭാര്യയും കൂടി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വന്നത്. അതുകൊണ്ട് തന്നെ ദിവ്യകാരുണ്യ ഈശോയോട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ എല്ലാവിധ നന്ദിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നു. പുറപ്പാട് 15:2 കർത്താവിൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു. അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. അവിടുന്നാണ് എൻ്റെ പിതാവിൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ കീർത്തിക്കും. ലാലി ഷിബു എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും ഇവരുടെ കുടുംബത്തിൽ ലഭിച്ച പരിശുദ്ധമ്മയുടെ കൃപാസന മാതാവിലൂടെ ലഭിച്ച വലിയ സംരക്ഷണത്തിനും ദൈവാനുഗ്രഹത്തിനും നന്ദി പറയുകയാണ്. രണ്ടുപേരുടെയും വാക്കുകളിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, എത്ര തകർച്ചയിലൂടെ പരാജയത്തിലൂടെ മറ്റൊന്നും ചെയ്യുവാനാവാത്ത വിധം ജീവിതം അവസാനിക്കുന്ന നിമിഷങ്ങളിലാണ് അമ്മ മാതാവിൻ്റെ തിരുനടയിലെടുത്ത് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുവാൻ തീരുമാനിക്കുന്നത്. ഉടമ്പടിയെടുത്ത് ജീവിച്ച നിമിഷങ്ങൾ മുതൽ ജീവിതത്തിൽ വരുന്ന ഓരോ മാറ്റങ്ങളെയും ഇവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അത് കമ്പനി വിൽക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണെങ്കിലും സ്ഥലം വിറ്റുപോകുവാനുള്ള പരിശ്രമങ്ങളിലാണെങ്കിലും ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ശക്തമായ ഉപയോഗവും അതിലൂടെ ലഭിച്ച സംരക്ഷണവും രണ്ടുപേരും അവരുടെ വാക്കുകളിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സഹോദരൻ പറയുന്നുണ്ട്, 1 കോടിയിലധികം രൂപ ബാധ്യതയുള്ള എന്നെ ഇന്ന് ഞാൻ ആയിരിക്കുന്ന ഈ ക്ലേശങ്ങളിൽ നിന്ന് മാറി ജീവിക്കുവാൻ എന്നെ കൈപിടിച്ചുയർത്തിയതും ഇന്ന് ജീവനോടെ ഇവിടെ നിലനിർത്തുന്നതും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണം ഒന്നു മാത്രമാണെന്ന്. പ്രിയമുള്ളവരെ, ആരൊക്കെ ആശ്രയത്വത്തോടുകൂടി അമ്മ മാതാവിൻ്റെ തിരുനടയിലേക്ക് അണയുന്നുവോ, ജീവിതം എത്ര തകർന്നു പോയാലും, ജീവിതം എത്ര മലിനപ്പെട്ടു പോയാലും, എത്ര കണ്ട് ഒറ്റപ്പെട്ട ജീവിതത്തിൽ ആരുമില്ല എന്ന വിചാരത്തോടുകൂടി നമ്മൾ സങ്കടക്കടലിൽ മുങ്ങിത്താഴ്ന്നാലും ഈ കൃപാസന അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കുവാൻ, അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ
നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ക്ലേശാനുഭവങ്ങളെയും ഒന്ന് സമർപ്പിക്കുവാൻ, ദൈവവചനത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അത് ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമായി തീരുമെന്ന് സഹോദരൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 1 മാസത്തോളമായി നമ്മുടെ യൂട്യൂബ് ചാനലിൽ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഡെയിലി ബ്രെഡ് എന്ന പേരിൽ അനുദിന അനുഗ്രഹ പ്രാർത്ഥന ജോസഫ് അച്ഛൻ നമ്മളോടൊപ്പം നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സഹോദരൻ പറയുന്നുണ്ട്, അച്ഛൻ ഓരോ പ്രഭാതത്തിലും ചിരിച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെ അമ്മ മാതാവ് വഴി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ ആ ദിവസം മുഴുവനും സംരക്ഷിക്കപ്പെടുന്ന അനുഭവം, ഊർജത്തോടുകൂടി പുറത്തേക്ക് പോകുവാനാവുന്ന അനുഭവം, അമ്മ മാതാവ് എല്ലാ പ്രശ്നങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തുന്ന അനുഭവം കുടുംബത്തിൽ സ്വീകരിക്കുവാൻ, അനുഭവിക്കുവാൻ സാധിക്കുന്നുവെന്ന്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെയും അതിൻ്റെ അവസ്ഥകളെയും അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നമുക്ക് ഏറ്റവും എളിമപ്പെട്ട മനസ്സോടുകൂടി സമർപ്പിക്കാം. അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ ഓരോ ദിനവും ചേർന്നുകൊണ്ട് നമ്മുടെ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ എല്ലാ സംഘർഷങ്ങളെയും അപേക്ഷകളെയും അമ്മയുടെ തൃക്കരങ്ങളിലൂടെ തിരുക്കുമാരന് സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം എത്ര വലുതാവട്ടെ നമ്മളെ കവച്ചു വയ്ക്കുന്ന തിരമാലകൾ, എത്ര വലുതാവട്ടെ നാം ചെന്നു പതിക്കുന്ന ചുഴികൾ, അതിൽ നിന്നും സമയഘടികാരം നെഞ്ചിൽ ചാർത്തി അമ്മയ്ക്ക് നമ്മുടെ കരം പിടിച്ച് ചുരുക്ക സമയത്തിനുള്ളിൽ അനുഗ്രഹവും പ്രശ്നത്തിന് പരിഹാരവും നൽകി ജീവിതം സാധാരണ നിലയിലാക്കുവാൻ, ശാന്തതയുള്ളതാക്കുവാൻ കഴിവുണ്ടെന്ന ബോധ്യത്തോടു കൂടി അമ്മയുടെ തിരുനടയിൽ ഉടമ്പടിയിൽ ജീവിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളും അമ്മ മാതാവ് ഈശോയുടെ കരങ്ങളിൽ കൊടുത്ത് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഭാരങ്ങൾ, ദുഃഖങ്ങൾ, പരാജയങ്ങൾ, കടബാധ്യതകൾ, രോഗങ്ങൾ എല്ലാത്തിൻ്റെ മേലും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണം ഈശോയിൽ നിന്നുള്ള അനുഗ്രഹമായി അനുഭവിക്കുവാൻ നമ്മളെ സഹായിക്കട്ടെ. ഈ കുടുംബത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് കരഘോഷത്തോടു കൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി.